ഉത്തരാഖണ്ഡിലേക്കാണ് ഇനി പോകുന്നത്. മേഘവിസ്ഫോടനത്തിലും മഴക്കെടുതിയിലും മരണം 13ആയി. 16 പേരെയാണ് കാണാതായത്. വിനീത വിജിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഈ മഴക്കെടുതി രൂക്ഷമാണല്ലോ, ഈ മിന്നൽ പ്രളയം അത് തുടർച്ചയായി ഇങ്ങനെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വിനീത? ഉന്മേഷ്, ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ പ്രശ്നബാധിത മേഖലകളൊക്കെ തന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ദുരിത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മരണസംഖ്യ 13 ആയിരിക്കുന്നു. ഇന്നലെ ഡെറാഡൂണിൽ ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. തുടർന്ന് തംസ നദി അടക്കം ചന്ദ്രഭാഗ നദിയൊക്കെ കരകവിഞ്ഞൊഴുകുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവിധ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ തീരമേഖലകളിലൊക്കെ, ഈ നദികളുടെയൊക്കെ മേഖലകളിലൊക്കെ താമസിക്കുന്ന, തീരത്തൊക്കെ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ മരണസംഖ്യ 13ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മഴക്കെടുതിയിലും മിന്നൽ പ്രളയത്തിലും ഒക്കെ, മേഘവിസ്ഫോടനത്തിലുമൊക്കെ 13 പേരാണ് മരിച്ചിരിക്കുന്നത്. 16 പേരെ കാണാതായിട്ടുമുണ്ട്. ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിലെ ഈ ചന്ദ്രഭാഗ നദിയിലൊക്കെ കുടുങ്ങിപ്പോയ 3 പേരെ ഈ സുരക്ഷാ സേനയൊക്കെ അവിടെ എത്തി, SDRF സംഘമൊക്കെ അവിടെ എത്തി അവരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഏതാണ്ട് 200ഓളം വിദ്യാർത്ഥികളെ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ ഇവർക്കൊരു സഹായം വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഈ മരിച്ച ഉത്തർപ്രദേശ് സ്വദേശികളുടെ കുടുംബങ്ങൾക്കാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ വീതമായിരിക്കും ഇവർക്ക് നൽകുക. ഒപ്പം തന്നെ ഇന്നലെ കേന്ദ്രവും എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡ് സർക്കാരിന്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിവിധ മേഖലകളിൽ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.